ഇത്ര രുചിയുള്ളൊരു കറി ഇത്ര വേഗം ഉണ്ടാക്കിയെടുക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോസ്. ഇതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ഒരു 3 പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും ചെത്താതെ തന്നെ കഴുകി വൃത്തിയാക്കി ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ തൊലി കളയുന്നുണ്ട്, തൊലി കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ക്യൂബാക്കി എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്താൽ മതി. നമ്മളത് ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, നല്ല കളറ് കിട്ടാനാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ പെരിഞ്ചീരകം പൊടിച്ചത് അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി. കറിവേപ്പിലയൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം കിഴങ്ങിലൊന്ന് പിടിക്കണം കേട്ടോ. പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിതിട്ട് ഫ്രൈ ആക്കി എടുത്ത് വെച്ചാൽ മതി. ഞാൻ കുറച്ച് കടുക് കൂടി ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കിഴങ്ങിൻ്റെ കൂട്ടം ഇട്ട് കൊടുക്കാവേ. ഇനി കിഴങ്ങിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അടച്ചൊന്നും വെക്കണമെന്നില്ല കേട്ടോ. അടച്ച് വെച്ചാൽ കുറച്ച് ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി വേണമെങ്കിൽ സിം മോഡിലായതുകൊണ്ട് ഒന്ന് അടച്ച് വെക്കാം. അന്നേരപ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുവേ. ഇനിയിപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ചേരുവകളൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, പക്ഷേ ഇത് നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നത്, അല്ലെ അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലേ. ഇനിയിപ്പം നല്ലോണം മിക്സ് ചെയ്തൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ചെറുതായി തീ വേവിച്ചെടുക്കാവേ. അടുത്ത തവണ കിഴങ്ങ് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇപ്പം നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിതിൽ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചെറിയ തീ മാത്രമേ ഇതുണ്ടാക്കാവുള്ളേ. ഇപ്പം നല്ല പാകത്തിനായി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സാധാ മുളക് പൊടി ചേർത്താൽ ഇങ്ങനത്തെ കളർ കിട്ടത്തില്ല. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഇത്രയും കളർ കിട്ടിയത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ചിലവർക്കൊക്കെ ഇത് വെന്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നും, പക്ഷെ നല്ല വെന്തിട്ടുണ്ട്. ഇത് തൊലിയോടെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തൊലി കളഞ്ഞെടുത്തന്നേ ഉള്ളൂ, പക്ഷേ തൊലി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്തെടുക്കാനേ. അധികം മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പെരിഞ്ചീരകം മാത്രമേ മസാല ആയിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവില്ലല്ലോ, എരിവ് കുറയ്ക്കുകയും ചെയ്യും, കളറും കിട്ടും. അതിന് വേണ്ടിയിട്ട് അതും ചേർത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതൊക്കെ. വളരെ കുറഞ്ഞ സമയത്തും തിരക്കേറിയ ആൾക്കാർക്കും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയായത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയൊന്ന് കാണണേ. ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.